Dear students, we will discuss the topic voltage multipliers. I can go through that. With a diode, we can build a rectifier to produce a DC voltage that is nearly equal to the peak value of input AC voltage. We will rectifier a rectifier output DC convert that almost input AC amount value obtain cheyan pattum. Then next we can also use diodes and capacitors to build a circuit that will provide AC output that is multiple of the peak input AC voltage. Using diodes and capacitors, we can build circuits which provide DC output that is multiple of the input AC voltage. Diodes and capacitors use ചെയ്തിട്ട് നമുക്ക് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഇൻപുട്ട് AC വോൾട്ടേജിൻ്റെ ഡബിൾ ആയിട്ട് വരുന്ന DC ഇൻപുട്ട് എ സി വോൾട്ടേജിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന AC ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ സർക്യൂട്ട്സിനാണ് നമ്മളെന്ത് പറയുന്നത്, സച്ച് സർക്യൂട്ട്സ് ആർ കോൾഡ് വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ്. ഒരു സപ്പോസ് വി ആർ കൺസിഡറിങ് എ വോൾട്ടേജ് ഡബ്ലർ, ഇറ്റ് വിൽ പ്രൊവൈഡ് എ DC ഔട്ട്പുട്ട് that is twice the peak input AC voltage, and a voltage tripler will provide DC output that is 3 times the peak input AC voltage. As a conclusion we can say that in short, we can say that voltage multipliers are circuits which are using diodes and capacitors to give a DC output which are multiples of the input AC voltage. ഇനി അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് വായിച്ച് നോക്കൂ. വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് പ്രൊവൈഡ് DC output that is much greater than the peak input AC voltage. There is no power amplification and low conservation of energy holds good. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വോൾട്ടേജ് കൂടുന്നുണ്ടെങ്കിൽ അവിടെ പവർ എനർജി പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ദർ ഇസ് നോ എനർജി പ്രൊഡക്ഷൻ, എനർജി കൺസർവേഷൻ ഈസ് ദർ, നോ പവർ amplification takes place there. When a voltage multiplier increases the peak input voltage by a factor n, the peak input current is decreased. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് നമുക്ക് പവർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം വോൾട്ടേജ് കുറയുന്നോ അല്ലെങ്കിൽ സപ്പോസ് കൂടുന്നോ V becomes NV ആകുമ്പോൾ I automatically becomes I by N. So this N get cancelled, so power becomes a constant. So what is the multiple of V? That will be get divided by the current. Thus the actual power output from a voltage multiplier will never be greater than the input power. In fact, there are losses in the circuit so that the output power will actually be less than the input. ഏതൊരു ഡിവൈസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പവർ ലോസ് നടക്കും. എന്നാൽ ഡിവൈസിൻ്റെ അക്രോസൊക്കെ വരുന്ന വോൾട്ടേജ് ഹീറ്റിംഗ് ഇഫക്റ്റ് കൊണ്ടൊക്കെ, പക്ഷേ അത് എപ്പോഴും എന്തായിരിക്കും, ഔട്ട്പുട്ട് പവർ കുറച്ച് കുറവായിരിക്കും. എന്നാലും ദർ ഇസ് നോ എനർജി പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ്. ദിസ് ഈസ് ഇൻ വെൽ അഗ്രിമെൻറ്റ് വിത്ത് ദ ലോ കൺസർവേഷൻ ഓഫ് എനർജി. നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഹാഫ് വേ വോൾട്ടേജ് ഡബ്ലറാണ്. ഈ സർക്യൂട്ട് നിങ്ങൾ വോൾട്ടേജ് ഡബ്ലറും ട്രിപ്ലറും ഒക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതാണ്, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ VS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ ഒരു AC സോഴ്സാണ്. നമുക്കൊരു കപ്പാസിറ്റർ, 2 ഡയോഡ് കണക്ട് ചെയ്തു, ദെൻ അഗെയിൻ ഒരു കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്തു. ഇത്രയും പാർട്ടിനാണ് നമ്മൾ ഹാഫ് വേ വോൾട്ടേജ് ഡബ്ലർ എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റൻസിലേക്ക് കൊടുത്തു. ഇനി ഇവിടുത്തെ വർക്കിംഗ് നോക്കുക. A half wave voltage doubler consists of 2 diodes and 2 capacitors connected in a manner as shown. It will be shown that if the peak input AC voltage is Vs, then the DC output voltage will be 2 Vs. Input voltage Vs ആണെങ്കിൽ output voltage 2 Vs DC ആയിരിക്കും. That is the functioning of the half wave voltage doubler എന്ന് പറയാൻ പറ്റും. പ്രൊവൈഡഡ് ദ കണ്ടീഷൻസ് ഡയോഡ്സ് ആർ ഐഡിയൽ ഡയോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് അതിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ. The basic idea in a voltage multiplier is to charge each capacitor to the peak input AC voltage and to arrange the capacitors so that their stored voltages will add.
അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ കപ്പാസിറ്റേഴ്സിനെ മാക്സിമം ചാർജ് ചെയ്തിട്ട് കുറേ കപ്പാസിറ്റേഴ്സിനെ നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദർ സ്റ്റോർഡ് വോൾട്ടേജസ് വിൽ ആഡ് അവയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വോൾട്ടേജസ് നമുക്ക് ടോട്ടലായിട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് പാർട്ട് സർക്യൂട്ട് എടുത്ത് നോക്കും. അപ്പോൾ നമുക്ക് AC ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണ് VS എന്നുള്ള പോയിന്റിൽ. അപ്പർ ഹാഫ് നെഗറ്റീവും ലോവർ ഹാഫ് പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, 2 ഡയോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയോഡ് D1 എന്താണ് മൈനസ് ആണ്. നമുക്ക് കാഥോഡിലേക്ക് എന്താ വരുന്നത് നെഗറ്റീവ് വരുന്നുണ്ട്, ആനോഡിലേക്ക് പോസിറ്റീവ് വരുന്നുണ്ട് D1നെ സംബന്ധിച്ചിടത്തോളം. As far as D2 is concerned, to the anode negative comes and to the cathode positive comes. So D1 is forward biased and D2 is reverse biased എന്നുള്ള കണ്ടീഷനാണ് കിട്ടുക. സോ അതിൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ടാണ് നെക്സ്റ്റ് ഫിഗർ 2 കാണിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ദ VS സോഴ്സ് ഈസ് ദർ, ദെൻ വി ഹാവ് ദീസ് കപ്പാസിറ്റർ ഈസ് ദർ. കപ്പാസിറ്റർ ഈസിലി ബൈപാസസ് AC. So from C1 to D2 there is no path because that is a reverse biased diode and it will offer infinite resistance, so that will act as an open part. And the forward biased diode D1 which is well forward biased, so it will conduct easily and it will act as a short circuit. അപ്പോൾ അതിന് D1നെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വയർ കണക്ട് ചെയ്ത് കാണിച്ചു. ദെൻ വന്നത് എന്താണ് C2 വന്നിട്ടുണ്ട്, RL വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫോർവേഡ് ബയാസ് ഈ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ നമ്മളെ സർക്യൂട്ടിൻ്റെ ഒരു ഡ്രോൺ ചെയ്ത ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്ത് സംഭവിക്കും, നമ്മൾ VS എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ കപ്പാസിറ്റർ ഫസ്റ്റ് കപ്പാസിറ്റർ C1 എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ അത് മാക്സിമം ചാർജ് ചെയ്യും. VS എന്ന് പറയുന്ന പീക്ക് വാല്യൂയിലേക്ക് അത് ചാർജ് ചെയ്യും. ദെൻ ഒന്ന് വായിച്ചു നോക്കൂ. Therefore diode D1 can be represented by a short and diode D2 is as open. The equivalent circuit is shown like this. C1 will charge until voltage across it become equal to the peak value of source voltage. At the same time C2 will be in the process of discharging through the load. അപ്പോൾ C2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, C2ന് ചാർജ് കണക്റ്റഡ് അല്ല. അതുകൊണ്ട് C2 ഓൾറെഡി ദർ ഇസ് എനി ചാർജ് അത് എന്ത് ചെയ്യും, അത് RL കൂടി ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം ഫസ്റ്റ് ഹാഫ് സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ അതിൻ്റെ മാക്സിമം വോൾട്ടേജ് VS എന്ന് പറയുന്ന വോൾട്ടേജിലേക്ക് അത് ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഇൻ ഓൾ ഫിഗേഴ്സ് ഇലക്ട്രോൺ ഫ്ലോ ഈസ് ഷോൺ. ഇലക്ട്രോൺ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്, നോട്ട് ദ കറണ്ട് ഫ്ലോ. യൂഷ്വലി നമ്മൾ കറണ്ട് ഫ്ലോ ആണ് കാണിക്കാറുള്ളത്. ഇവിടെ അത് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ ഫ്ലോ ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ടെർമിനലിൽ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നുണ്ട്. ഇനി അടുത്ത ഹാഫ് സൈക്കിൾ വരുമ്പം when the polarity of the input AC voltage reverses, the circuit condition becomes as shown in the figure 2, next figure 6.50. അത് നോക്കി നോക്കൂ. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ കപ്പാസിറ്റർ C1 എന്നുള്ള കപ്പാസിറ്റർ ഓൾറെഡി അവിടെ ഒരു ചാർജ് ഉണ്ട്, VS എന്ന് പറയുന്ന ചാർജ് നിൽക്കുന്നുണ്ട്. ആ ചാർജിൻ്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ ആ പൊളാരിറ്റിയാണ്. ഈ സൈഡ് മൈനസും ഈ സൈഡ് പ്ലസ്സും ആണ്. ദെൻ D1 എന്നുള്ള ഡയോഡിന് അതിൻ്റെ ആനോഡ് നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, കാഥോഡ് പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അത് എന്തായിരിക്കും, അത് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. D2നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആനോഡ് പോസിറ്റീവിലേക്കും കാഥോഡ് നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് VS എന്ന് പറയുന്ന സോഴ്സ് ഉണ്ട്, VS ചാർജുള്ളൊരു കപ്പാസിറ്റർ ഉണ്ട്, അത് അതിലൂടെ ഫ്ലോ ചെയ്തിട്ട് ഈ D2 എന്നുള്ള ടെർമിനൽ ഒരു ക്ലോസ്ഡ് പാത്താവും. അതായത് ഒരു സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് പോലെ ഒരു വയർ ജസ്റ്റ് കണക്ട് ചെയ്ത പോലെ ഉണ്ടാവും. D1 എന്നുള്ള അവിടെ എന്തുണ്ടായിരിക്കും, D1 എന്ന് പറയുന്ന പാത്ത് അവിടെ ഒരു ഓപ്പൺ ആയിരിക്കും. പിന്നെ വരുന്ന ഇത് മാത്രമേ ഉള്ളൂ, ഈ സെക്കൻഡ് കപ്പാസിറ്റർ C2 എന്ന് പറയുന്ന കപ്പാസിറ്റർ. അപ്പോൾ D1ൻ്റെ ഇഫക്റ്റ് അവിടെ ഒരു ഓപ്പൺ, ദെൻ പാരലായിട്ട് തന്നെ ഇത് വരുന്നുണ്ട്, C2 വരുന്നുണ്ട്. അതുകൊണ്ട് സർക്യൂട്ടിൻ്റെ പുതിയ സെക്കൻഡ് ഹാഫ് സൈക്കിളിലെ സർക്യൂട്ടിൻ്റെ ഒരു പെർഫോമൻസ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ ഫസ്റ്റ് കപ്പാസിറ്റർ C1ൻ്റെ അക്രോസ് VS എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. C2ൻ്റെ അക്രോസ് C2 ഓൾറെഡി ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. അത് ഇപ്പോൾ എന്ത് ചെയ്യും, സർക്യൂട്ടിൽ കണക്ട് ചെയ്ത പോലെ ഉണ്ട്, ആ ക്ലോസ്ഡ് പാത്തിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് C2 ചാർജ് ചെയ്യാൻ തുടങ്ങും. C2 ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് C2ന് അക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ ആ ക്ലോസ്ഡ് പാത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്ലോസ്ഡ് പാത്തിൽ ഇപ്പം VS എന്ന് പറയുന്ന സോഴ്സ് ഉണ്ടെങ്കിൽ അത് ഏതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, VSനും C1നും C2നും ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. ദെൻ
ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് C2 അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് VSൻ്റെ ഇടയ്ക്ക് വരുന്ന സോഴ്സ് പ്ലസ്, അത് വേറൊരു സോഴ്സിൻ്റെ മൈനസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ സോഴ്സിൻ്റെ പ്ലസ് ഈ സോഴ്സിൻ്റെ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ C2ൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഏതിന് ഈക്വലായിരിക്കും? ഈ രണ്ട് സോഴ്സിൻ്റെ ഈക്വലൻ്റ് വോൾട്ടേജ്, രണ്ട് ബാറ്ററി സോഴ്സസ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്ത പോലെ, ഇവിടെ ഒരു മൈനസ് നിന്ന് പ്ലസ്, പ്ലസ് നിന്ന് മൈനസിലേക്ക്, അതായത് VSഉം C1ഉം എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? രണ്ട് സോഴ്സസ് സീരീസിൽ കണക്ട് ചെയ്ത രണ്ട് സോഴ്സസാണ്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? C1 VS പ്ലസ് VS 2VS ആയിരിക്കും. അതായിരിക്കും നമുക്ക് വരുന്ന ഈ C2 എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ എൻ പോയിൻറ്റ് ആ ജംഗ്ഷനിൽ വരുന്ന വോൾട്ടേജാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ടെർമിനലിൻ്റെ ഇടയ്ക്ക്, C2ൻ്റെ രണ്ട് ടെർമിനലിൻ്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് എന്തുണ്ടായിരിക്കും? 2VS ആയിരിക്കും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം C1 ചാർജ് ചെയ്തത് VSലേക്ക്, അതുപോലെ C2 ചാർജ് ചെയ്തിരിക്കുന്നത് എന്താണ്? 2VSലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇറ്റ് ഈസ് ഈസി ടു see that C1 charged to VS and the source voltage VS now acts as series aiding voltage source. The C2 will be charged to the sum of the series peak voltages. C2 will be charged to the sum of the series peak voltages VS plus VS. ഇനി അഗെയിൻ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ when VS returns to its original polarity, what happens? D2 is again turned back to reverse bias, and while D2 is turned back, the only discharge path for C2 is through the load resistance. അപ്പോൾ ലോഡിന് അക്രോസ് ആയിരിക്കും C2 ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവുക. The time constant of this circuit is so adjusted that C2 has little time to lose any of its charge before the input polarity reverse again. നമുക്കൊരു കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിസ്ചാർജ് ചെയ്യുന്നത് അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ടൈം കോൺസ്റ്റൻറ്റ് മീൻസ് ഇറ്റ് ഈസ് R/C എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മളത് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ലിറ്റിൽ ടൈം ടു ലോസ് എനി ഓഫ് ഇറ്റ്സ് ചാർജ്. നമ്മൾ അടുത്ത പൊളാരിറ്റി ചേഞ്ച് വരുന്നതിന് മുമ്പ് ഈ C2ന് അക്രോസ് വരുന്ന ചാർജ് ലോസ് സംഭവിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D2 is turned on and C2 recharges until voltage across it again becomes equal to 2VS. അപ്പോൾ നെറ്റ് റിസൾട്ട് ആയിട്ട് നമുക്ക് ഈ C2 എന്ന് പറയുന്ന ഡയോഡിൻ്റെ അക്രോസ് 2VS എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് നമുക്ക് എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതുതന്നെയാണ് നമുക്ക് ലോഡിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജും 2VS ആയിരിക്കും. Since C2 barely discharges between input cycles, the output waveform of the half-wave voltage doubler closely resembles that of a filtered half-wave rectifier. അപ്പോൾ നമുക്ക് ഇൻപുട്ട് AC ആണ്, പെർഫെക്റ്റ് AC ആണ്. നമ്മൾ ഈ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, സോ അതൊരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ്. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന പാത്ത് തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിന് പകരം നേരെ പോകുന്നു. എഗെയിൻ അത് ചാർജ് ചെയ്യുന്നു, നേരെ പോകുന്നു. അപ്പോൾ ആൾമോസ്റ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ എൻവലപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ ആണ്. ആക്ച്വൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ പെർഫെക്റ്റ് DC എന്ന് നമുക്ക് പറയാൻ പറ്റും. The voltage multipliers have disadvantage of poor voltage regulation. The voltage regulation is very low in the case of this type of circuit. What is voltage regulation? That is you can measure it by a quantity called percentage regulation. That is, there will be fluctuation in the output depending upon the load resistance. This means that DC output voltage drops considerably as the load current increases. Large filter capacitors are needed to help maintain the output voltage. നമുക്ക് ലാർജ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റെഗുലേഷന് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് നമുക്ക് AC ആണ്, ഔട്ട്പുട്ട് കിട്ടുന്നത് DC ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? If you are designed a voltage doubler, then first of all we are using a transformer output. So transformer output, if you are measuring it with this multimeter, the output will be RMS value. So in order to obtain the maximum value, you have to multiply it with √2, then that will be the input voltage. അതിന് ഡബിൾ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഡബിളർ ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. ഔട്ട്പുട്ട് ഈസ് DC ആൻഡ് ഇൻപുട്ട് ഈസ് AC. നൗ ഈ സർക്യൂട്ടിനെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ് ട്രിപ്ലർ അതുപോലെ ക്വാഡ്രപ്ലറൊക്കെ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രിപ്ലർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നോക്കി നോക്കൂ, സർക്യൂട്ട്
സെയിം സർക്യൂട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. എഗെയിൻ നമ്മൾ D2 കഴിഞ്ഞിട്ട് ഒരു കപ്പാസിറ്ററും ഒരു ഡയോഡും നമ്മൾ കൊടുത്തു. അതുപോലെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെയ്ത പോലെ ഒരു കപ്പാസിറ്ററും ഡയോഡും കൊടുത്ത് 4 കോമ്പിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 4 ഡയോഡ്സിൻ്റെ കോമ്പിനേഷനും 4 കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്വാഡ്രപ്ലർ വരെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഫസ്റ്റ് കപ്പാസിറ്റർ നമുക്ക് ചാർജ് ചെയ്യുന്ന VP അല്ലെങ്കിൽ VM എന്നുള്ള വാല്യൂയിലേക്കാണ്. സെക്കൻഡ് കപ്പാസിറ്റർ മുതൽ ബാക്കി എല്ലാ കപ്പാസിറ്റേഴ്സും ചാർജ് ചെയ്യുന്നത് 2VP എന്ന് പറയുന്ന വാല്യൂയിലേക്കാണ്. അതായത് എന്ത് സംഭവിക്കും, സപ്പോസ് നമ്മൾ വോൾട്ടേജ് എടുക്കുന്നത്, സപ്പോസ് ഇവിടെ 3VP എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് എടുത്ത് കണ്ടുക. സപ്പോസ് നമ്മൾ ആദ്യത്തെ കപ്പാസിറ്ററും ഏതെങ്കിലും ഒരു 2VP വരുന്ന ഇതും കൂടെ സീരീസായി വരുന്ന രീതിയിലുള്ള വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3VP വോൾട്ടേജ് കിട്ടും. ഇവിടെ താഴെ നമുക്ക് 4VP കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ C2 C4ൻ്റെ 2 ടെർമിനൽസിനിടയ്ക്ക് വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4VP കിട്ടും. അപ്പോൾ ഇത് ഒരു ഡബിളറായിട്ട് ആക്ട് ചെയ്യും, ട്രിപ്പിളറായിട്ട് ആക്ട് ചെയ്യും, മാക്സിമം ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റുന്നത് ക്വാഡ്രപ്ലറായിട്ട് വരെ. സോ ആ സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ്, വെൻ Vin ഫസ്റ്റ് ഗോസ് പോസിറ്റീവ്, C1 ചാർജസ് ടു VP ത്രൂ ഫോർവേഡ് ബയാസ് ഡയോഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാവുമ്പോൾ C2 ചാർജസ് ത്രൂ ദ ഫോർവേഡ് ബയാസ് ഡയോഡ്. The voltage VP across C1 will also appear across C2 and the voltage across C2 becomes 2VP. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെയാണ്. അതായത് C2 will be charged up to a voltage of 2VP. ഡ്യൂറിങ് ദ നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ് എന്ത് വരിക, D3 ആൻഡ് D4 ചാർജ് ചെയ്യാൻ തുടങ്ങും. D3 നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D3 ഫോർവേഡ് ബയാസ്ഡ് ആവും, അതിൻ്റെ കൂടെ C3 ചാർജ് ചെയ്യും. അടുത്ത ഹാഫ് സൈക്കിളിൽ ദെൻ നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2ഉം D4ഉം ഫോർവേഡ് ബയാസ് ആകുന്ന സമയത്ത് C4 ചാർജ് ചെയ്യും 2VPയിലേക്ക്. സോ ഈ ചാർജ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് അക്രോസ് എ കോമ്പിനേഷൻ ഓഫ് C1 C3 വിൽ ബി 3VP ആൻഡ് ദ വോൾട്ടേജ് കോമ്പിനേഷൻ അക്രോസ് C2 C4 വിൽ ബി 4VP ആയിരിക്കും. അഡീഷണൽ സ്റ്റേജസ് ക്യാൻ ബി ആഡഡ് ടു ഒബ്റ്റെയിൻ ഈവൻ ഗ്രേറ്റർ ആൻഡ് മൾട്ടിപ്പിൾസ് ഓഫ് VP. The peak inverse voltage rating of each diode in the circuit must be at least 2VP. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, മാക്സിമം എത്ര വോൾട്ടേജ്, ഓരോന്നിൻ്റെ ഇടയ്ക്കും മാക്സിമം വരാവുന്ന വോൾട്ടേജ് എത്രയാണ്, 2VP എന്ന് വരും. അതായത് നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറിയിൽ നിന്ന് വരുന്ന വോൾട്ടേജിൻ്റെ 2 ടൈംസ് വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജിൻ്റെ 2 ടൈംസ് ഓരോ കപ്പാസിറ്ററിനും അക്രോസ് വരുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ വരുന്ന VPയും എന്താ ചെയ്യും, 2VPയും ഇൻക്രീസ് ചെയ്യും. VP ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് 2VP ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ കപ്പാസിറ്റർ നമ്മൾ വയ്ക്കുന്ന കപ്പാസിറ്ററിൻ്റെ റേറ്റിംഗ് നിങ്ങൾ നോക്കണം. അവിടെ എഴുതിയിട്ടുണ്ടാവും കപ്പാസിറ്ററിന് മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ വോൾട്ടേജിൻ്റെ ലെസ്സായി വരുന്ന വാല്യൂ ആയിരിക്കണം നമ്മൾ ഇനീഷ്യലി ഇവിടെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ സർക്യൂട്ട് നോക്കി നോക്കുക. ഇവിടെ നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യും, സെക്കൻഡ് ഹാഫ് സൈക്കിളും കൂടെ കംപ്ലീറ്റ് ആകുമ്പോൾ രണ്ടാമത്തെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അടുത്ത പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് C3 ആൻഡ് C4 വിൽ ബി ചാർജ് ആൻഡ് ദ ഫസ്റ്റ് കപ്പാസിറ്റർ വിൽ ബി ചാർജ്ഡ് ടു VP ആൻഡ് ഓൾ ദ അതർ കപ്പാസിറ്റേഴ്സ് വിൽ ബി ചാർജ്ഡ് ടു 2VP. സോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 3VP ആണ് വേണ്ടതെങ്കിൽ നമുക്ക് സീരീസ് കോമ്പിനേഷൻ ഓഫ് C1 ആൻഡ് C3 യൂസ് ചെയ്യാം. ഇഫ് വി നീഡ് 4VP വി ക്യാൻ യൂസ് ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് C2 ആൻഡ് C4. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാഡ്രപ്ലർ വരെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ അഡീഷണൽ സ്റ്റേജസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ 5 ടൈംസ് മൾട്ടിപ്ലൈഡ് 6 ടൈംസ് മൾട്ടിപ്ലൈഡ് ഒക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കൺവേർട്ടിങ് AC into DC, but not as in the manner that rectifier does. The voltage regulation is also less in this case. So it is we are not using it for the regulation of the voltage supply. In order to convert a voltage AC directly into DC without any further advantage of that, we can use this type of circuits. Okay.